ഒക്കേലും ഒരു യോഗ നോക്കാനുണ്ടപ്പൂ. ഭഗവതി എന്ന് വിചാരിച്ച് നടന്നോ, അമ്മ ഒരു വഴി അട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നടന്നല്ലേ അച്ചാച്ചൻ. പക്ഷവാദം പിടിച്ച് കുഴഞ്ഞു കിടക്കുമ്പോ ഭഗവതി കൊണ്ടുവന്ന് കൊടുക്കുന്നു. പ്രശസ്ത സിനിമാ നടൻ സുകുമാരന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. ദൂരം എത്ര ദൂരം മനുഷ്യനെ തേടി മനസ്സിനെ തേടി. 1948 മാർച്ച് 18 പരമേശ്വരൻ നായരുടെയും സുഭദ്രാമ്മയുടെയും മകനായി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ എടപ്പാളിലാണ് സുകുമാരൻ ജനിച്ചത്. താഴിക ചൂടിയ രാവിൻ ഗോപുരത്താഴെ താഴെ. പാല സെന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സുകുമാരൻ തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തെ പഠിക്കാൻ ചേർന്നു. അവിടെ നിന്ന് സ്വർണ്ണ മെഡലോടെയാണ് അദ്ദേഹം പാസ്സായത്. തുടർന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നതിനിടയിലാണ് സുകുമാരന് നിർമാല്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ക്ഷണം വന്നത്. എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ധിക്കാരിയായ ഒരു ചെറുപ്പക്കാരന്റെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മലയാളത്തിലേക്ക് ആദ്യമായി ഭരത് അവാർഡ് കൊണ്ടുവന്ന ഈ ചിത്രത്തിന് ശേഷം സുകുമാരന് കാര്യമായ വേഷങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അഭിനയം വിട്ട് അധ്യാപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലോ എന്നുവരെ അദ്ദേഹം ആലോചിച്ചിരുന്നു. ഒരു മാരേജ് ബ്യൂറോ തുറന്നെ കെട്ടാൻ മുട്ടി നിൽക്കുന്ന പെമ്പിള്ളേർക്ക് പറ്റിയ വരന്മാരെ കൊണ്ടു കൊടുക്കുന്ന ഏർപ്പാട്. അത് തുടങ്ങാൻ കഴിയാതെ പോയതിൽ നിരാശയുണ്ടോ? നിങ്ങളെയൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞാലുണ്ട്. അതിനിടയിലാണ് 1977 പുറത്തുവന്ന ശംഖുപുഷ്പം എന്ന ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ ചിത്രത്തോടെ സുകുമാരൻ താരങ്ങളിൽ മുൻനിരയിലേക്ക് കടന്നു വന്നു. പിന്നീട് ഒരുപാട് കാലം മലയാള സിനിമയിൽ അദ്ദേഹം തിളങ്ങി നിന്നു. ശ്രീരാഗം ഉദയ ശ്രീരാഗം രാഗം. 1978 എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ബന്ധനത്തിൽ ക്ലാർക്ക് ഉണ്ണികൃഷ്ണൻ എന്ന കരുത്തുറ്റ കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കിയ സുകുമാരന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഉത്തരായനം, ഭ്രഷ്ട്, 2 പെൺകുട്ടികൾ, കൊച്ചു കൊച്ചു തെറ്റുകൾ, ശാലിനി എന്റെ കൂട്ടുകാരി, വളർത്തുമൃഗങ്ങൾ, വാരിക്കുഴി, ഇരകൾ, സർവകലാശാല, ഒരു CBI ഡയറി കുറിപ്പ്, ഉത്സവ പിറ്റേന്ന് തുടങ്ങി ഒട്ടേറെ സിനിമകളിലൂടെ സുകുമാരൻ തന്റെ അഭിനയ മികവ് തെളിയിച്ചു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രശസ്ത ചലച്ചിത്ര നടി മല്ലിക സുകുമാരനെ 1978 വിവാഹം കഴിച്ചു. മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരായ ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് എന്നിവർ സുകുമാരന്റെ മക്കളാണ്. 1997 ജൂൺ 16 തന്റെ 52-ാം വയസ്സിൽ ഈ അഭിനയ പ്രതിഭ അരങ്ങൊഴിഞ്ഞു. ഈ രാജ്യത്ത് തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല. ഒരു രാമരാജ്യവും ഇവിടെ പ്രതീക്ഷിക്കണ്ട. പിന്നെ കുറച്ചു ദിവസം KGR ജനങ്ങൾക്കൊരു പുതുമയായിരിക്കും. വാട്ട് യു കോൾ എ ചേഞ്ച്.